നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സജി ദേവി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ എന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് സംസ്കാരങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടക്കുന്നതായും മൻ കി ബാത്തിൽ നരേന്ദ്രമോദി. രാജ്യത്തെ ഖാദി ഗ്രാമ വ്യവസായത്തിന്റെ വിറ്റുവരവ് ആദ്യമായി 1.5 ലക്ഷം കോടി കടന്നതായി പ്രധാനമന്ത്രി. സമൂഹത്തിന്റെ പ്രയത്നത്താൽ രാജ്യത്തെ വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ വൻ വിജയമാണ് കൈവരിച്ചതെന്നും നരേന്ദ്രമോദി. 9 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച രാഷ്ട്രപതിയുടെ ഉത്തരവ്. മലയാളിയായ കെ കൈലാഷ് നാഥൻ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ. ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മരിച്ചവരിൽ എറണാകുളം സ്വദേശിയും കെട്ടിടമുടമയും സ്ഥാപനം നടത്തിപ്പുകാരനും അറസ്റ്റിൽ. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 13ാം ദിവസത്തിലേക്ക്. ദൌത്യത്തിന്റെ പുരോഗതിയിൽ ജില്ലാ കലക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കർ ഇന്ന് ഷൂട്ടിംഗ് ഫൈനലിൽ മത്സരിക്കും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10ാമത് പതിപ്പിന് ഇന്ന് സമാപനം. വാർത്തകൾ വിശദമായി. സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 112ാം പതിപ്പിൽ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്കാരങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് പ്രോജക്ട് പരി അഥവാ പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നും അദ്ദേഹം പറഞ്ഞു. अपनी संस्कृति पर गौरव करते हुए ही कोई देश आगे बढ़ सकता है. भारत में भी इस तरह के बहुत सारे प्रयास हो रहे हैं. ऐसा ही एक प्रयास है प्रोजेक्ट परी. अब आप परी सुनकर कंफ्यूज मत होइएगा. ये परी स्वर्ग की कल्पना से नहीं जुड़ी, बल्कि धरती को स्वर्ग बना रही है. രാജ്യത്തെ പൊതുവായ കലകളെ ജനകീയമാക്കുന്നതിന് വളർന്നുവരുന്ന കലാകാരന്മാരെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രധാന മാധ്യമമായി പ്രോജക്ട് പരിമാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ വഴിയോരങ്ങളിലും ചുവരുകളിലും അടിപ്പാതകളിലും അതിമനോഹരമായ ചിത്രങ്ങൾ കാണാം. പരിയുമായി ബന്ധപ്പെട്ട അതേ കലാകാരന്മാരാണ് ഈ ചിത്രങ്ങളും നമ്മുടെ കലാരൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പൊതുസ്ഥലങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും സഹായിക്കുന്നു. പൊതുകലയിൽ കൂടുതൽ പ്രവർത്തിക്കണമെന്നും കലാകാരന്മാരോട് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. രാജ്യത്തെ ഖാദി ഗ്രാമ വ്യവസായത്തിന്റെ വിറ്റുവരവ് ആദ്യമായി 1.5 ലക്ഷം കോടി കടന്നതായി പ്രധാനമന്ത്രി. ഖാദിയുടെയും കൈത്തറിയുടെയും ഈ വർദ്ധിച്ചുവരുന്ന വിൽപ്പന പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. ഖാദി വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂരിഭാഗവും സ്ത്രീകളാണ്. മേഖലയുടെ പുരോഗതിയിൽ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് സ്ത്രീകൾക്കാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇതുവരെ ഖാദി വസ്ത്രങ്ങൾ വാങ്ങാത്തവർ സ്വാതന്ത്ര്യത്തിന്റെ മാസമായ ഓഗസ്റ്റിൽ ഖാദി വസ്ത്രങ്ങൾ വാങ്ങണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. हैंडलूम कारीगरों का काम छाया हुआ है और आप ये तो जानते ही होंगे, कुछ ही दिन बाद 7 अगस्त को हम नेशनल हैंडलूम डे मनाएंगे. आजकल जिस तरह हैंडलूम उत्पादों ने लोगों के दिलों में अपनी जगह बनाई है, वो वाकई बहुत सफल है, जबरदस्त है. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കരകൌശല വിദഗ്ധർ കൈത്തറിയെ ജനകീയമാക്കുന്ന തിരക്കിലാണ്. മഹാരാഷ്ട്രയിലെ പൈത്താനിയോ, വിദർഭയിലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകൾ, ഹിമാചലിലെ ബുട്ടിക്കോയുടെ ഷോളുകൾ, കൈത്തറി കരകൌശല വിദഗ്ധരുടെ സൃഷ്ടികൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ദൃശ്യമാണ്. ഇക്കാലയളവിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ വളരെ വിജയകരമായി തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി. ഇപ്പോൾ പല സ്വകാര്യ കമ്പനികളും AI വഴി കൈത്തറി ഉൽപ്പന്നങ്ങളും സുസ്ഥിര ഫാഷനും പ്രോത്സാഹിപ്പിക്കുന്നു. കോച്ച AI, ഹാൻഡ്ലൂം ഇന്ത്യ, ഡീജങ്, നൊവാടാക്സ്, ബ്രഹ്മപുത്ര ഫേബിൾസ് തുടങ്ങി നിരവധി സ്റ്റാർട്ടപ്പുകളും കൈത്തറി ഉൽപ്പന്നങ്ങളെ ജനകീയമാക്കുന്നതിന്റെ തിരക്കിലാണ്. ഓഗസ്റ്റ് 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ മൈ പ്രോഡക്റ്റ് മൈ പ്രൈഡ് എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.
സമൂഹ പ്രയത്നത്താൽ രാജ്യത്തെ വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ വൻ വിജയമാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കടുവകൾ പെരുകുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ വനമേഖലയും അതിവേഗം വർദ്ധിച്ചു വരികയാണ്. മനുഷ്യരും കടുവകളും തമ്മിൽ ഒരിക്കലും സംഘർഷമുണ്ടാകാത്ത നിരവധി ഗ്രാമങ്ങളുണ്ട്. എന്നാൽ ഇവിടങ്ങളിലും കടുവകളുടെ സംരക്ഷണത്തിനായി അഭൂതപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. दुनिया भर में टाइगर डे मनाया जाएगा. भारत में तो टाइगर्स, बाघ हमारी संस्कृति का अभिन्न हिस्सा रहा है. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നിരവധി ശ്രമങ്ങൾ നടക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനപങ്കാളിത്തത്തിന്റെ ഇത്തരമൊരു ശ്രമമാണ് കുൽഹാടി ബന്ദ് പഞ്ചായത്ത്. രാജസ്ഥാനിലെ രൺദേബോറിലാണ് രസകരമായ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇത്തരം ശ്രമങ്ങൾ മൂലം ഭാരതത്തിൽ ഓരോ വർഷവും കടുവകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ കടുവകളിൽ 70% നമ്മുടെ രാജ്യത്താണെന്നറിയുമ്പോൾ സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം എന്ന പരിപാടിയിൽ ഒറ്റ ദിവസം കൊണ്ട് 2 ലക്ഷത്തിലധികം വൃക്ഷത്തൈകളാണ് നട്ടത്. സ്വന്തം അമ്മയുടെ പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഈ ക്യാമ്പയിനിങ്ങിൽ പങ്കാളികളാകണമെന്നും ഒരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഓഗസ്റ്റ് 15 മുന്നോടിയായുള്ള ഹർ ഘർ തിരങ്ക അഭിയാൻ പരിപാടിയിൽ മുമ്പത്തെ പോലെ ഈ വർഷവും ത്രിവർണ പതാകയ്ക്കൊപ്പമുള്ള സെൽഫി ജനങ്ങൾ harhartiranga.com അപ്ലോഡ് ചെയ്യണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. हर परिवार की ये चिंता होती है कि कहीं उनका बच्चा ड्रग्स की चपेट में न आ जाए. अब ऐसे लोगों की मदद के लिए सरकार ने एक विशेष केंद्र खोला है जिसका नाम है मानस. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിലെ വലിയൊരു ചുവടുവയ്പ്പാണ് സർക്കാരിന്റെ മാനസ് എന്ന പേരിലെ പ്രത്യേക കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മയക്കുമരുന്നിനിരയാകുമോ എന്ന ആശങ്കയിലാണ് ഓരോ കുടുംബവും. ഇത്തരക്കാരെ സഹായിക്കാൻ മാനസ് എന്ന ഹെൽപ്പ് ലൈൻ പോർട്ടൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത്. 1933 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ആവശ്യമായ ഉപദേശം അല്ലെങ്കിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി പങ്കിടാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. असम के चराईदेव मैदान को यूनेस्को वर्ल्ड हेरिटेज साइट में शामिल किया जा रहा है. इस लिस्ट में यह भारत की 43वीं लेकिन नॉर्थ ईस्ट की पहली साइट होगी. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ ആസാമിലെ ചെരായിദേവു മൈതാമിനെ ഉൾപ്പെടുത്തുന്നതിലെ സന്തോഷവും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഭാരതത്തിന്റെ 43ാമത്തെയും വടക്കുകിഴക്കൻ ഭാരതത്തിന്റെ ആദ്യത്തെ സൈറ്റുമായിരിക്കും ഇത്. ചെരായിദേവു മൈതാം ലോക പൈതൃക സ്ഥലമായി മാറുന്നതോടെ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. സംസ്ഥാനത്ത് നിരവധി കേന്ദ്രങ്ങളിൽ മൻ കി ബാത്തിന്റെ തത്സമയ പ്രക്ഷേപണത്തിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു. പോത്തൻകോട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുത്തു. വിശദാംശങ്ങൾ നൽകുന്നു ചന്തു എസ് നായർ. മൻ കി ബാത്തിന്റെ 112ാമത്തെ എപ്പിസോഡ് ഒരു വ്യത്യസ്ത അനുഭവമാണ് തിരുവനന്തപുരത്തിന് നൽകിയത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരം, അതായത് ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തത്സമയ സംരക്ഷണം ഉണ്ടായിരുന്നു. അതിന് തിരുവനന്തപുരവും ഒരു വേദിയായി. അതിൽ ശാന്തിഗിരി ആശ്രമം, പോത്തങ്കോടുള്ള ശാന്തിഗിരി ആശ്രമത്തിന്റെ പർണശാലയ്ക്ക് മുമ്പിലായിരുന്നു പ്രത്യേക ഒരു സ്റ്റേജ് സജ്ജീകരിച്ചിരുന്നത്. അവിടെ നിന്ന് ശാന്തിഗിരി ആശ്രമത്തിലെ സിദ്ധ കോളേജിലെ കുട്ടികളും ആശ്രമവാസികളും അന്തേവാസികളും നാട്ടുകാരും എല്ലാം പങ്കെടുത്തു എന്നുള്ളത് ഇതിനെ അവിസ്മരണീയ മുഹൂർത്തമാക്കി മാറ്റി. പ്രധാനമന്ത്രി മൻ കി ബാത്തിന് വന്നപ്പോൾ തന്നെ ഹർഷാരവത്തോടെയാണ് കുട്ടികൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ സ്വീകരിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളെയും ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. ഓരോ വീടുകളിലും ഓഗസ്റ്റ് 15-ന് പതാക ഉയർത്തണമെന്നുള്ള ആ പ്രഖ്യാപനം ഹർഷാരവത്തോടെയാണ് കുട്ടികൾ മാത്രമല്ല ആശ്രമത്തിലെ അന്തേവാസികളെല്ലാം സ്വീകരിച്ചത്. ഇതൊരു വ്യത്യസ്ത അനുഭവവും മുഹൂർത്തവുമായി തന്നെയാണ് ആശ്രമവാസികൾ കാണുന്നത്. നമുക്ക് ആശ്രമം ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്, ഗുരുരത്ന സ്വാമി. അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു ഇന്നത്തെ അനുഭവം? വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തെ സാധാരണക്കാരോട് സംസാരിക്കുന്നത് ആഗോള സമൂഹം വീക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് മൻ കി ബാത്ത്. ഇതിനോടകം തന്നെ ഏതാണ്ട് 100 കോടിയിൽ പരം ആളുകൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന്, ഒരു പ്രാവശ്യമെങ്കിലും അത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. പ്രത്യേകിച്ചും ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് വിസ്മൃതിയിലാണ്ടുപോയിരിക്കുന്ന ഒരു
ആതുര സേവന വിഭാഗം സിദ്ധ, ലോകത്തിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സിദ്ധയാണ്. ആ സിദ്ധ വൈദ്യത്തെ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ, ശാന്തിഗിരി ആശ്രമത്തിലെ താമര പർണശാല ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഈ ഒരു സമയം സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ രാജ്യാന്തര സമൂഹത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും നൽകുവാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ആ തരത്തിൽ തന്നെ ഏറെ മേന്മയുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉന്നയിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഓഗസ്റ്റ് 15 ഓരോ വീട് തോറും ദേശീയ പതാക കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന്, സ്റ്റുഡൻസ് എല്ലാം ഒരുമിച്ച് നിന്ന് അത് നല്ലതുപോലെ ചെയ്യും. തീർച്ചയായും കുട്ടികളും ആശ്രമവാസികളും എല്ലാം പറയുന്നത് ഒരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കുകയും പർണശാല ഉൾപ്പെടെയും ശാന്തിഗിരി കോളേജ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര തലത്തിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു എന്നുള്ള ഒരു അനുഭവത്തിലാണ് ഇവർ. തിരുവനന്തപുരത്ത് ശാന്തിഗിരിയിൽ നിന്നും ചന്തു എസ് നായർ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ഉപമുഖ്യമന്ത്രിമാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. ഇന്നലെ വൈകിട്ട് ന്യൂഡൽഹിയിൽ BJP ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ BJP അധ്യക്ഷൻ JP നഡ്ഡ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് മുതിർന്ന BJP നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. സംസ്ഥാനങ്ങളിലെ പ്രധാന പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് യോഗം വിളിച്ചത്. കൂടുതൽ നല്ല ഭരണം നടത്താനും ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാനും പാർട്ടി അക്ഷീണം പ്രയത്നിക്കുകയാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 9 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കി. രാജസ്ഥാൻ, തെലങ്കാന, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മേഘാലയ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത്. മലയാളിയായ K. കൈലാഷ് നാഥനാണ് പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ജനിച്ച K. കൈലാഷ് നാഥൻ 1979 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്നു. പഞ്ചാബ്, ചണ്ഡീഗഡ് ഗവർണറായിരുന്ന ബൻവാരിലാൽ പുരോഹിതിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. നിലവിൽ അസം ഗവർണറായ ഗുലാബ് ചന്ദ് ഖട്ടാരിയെയാണ് ആ സ്ഥാനത്ത് നിയമിച്ചിരിക്കുന്നത്. സിക്കിം ഗവർണറായ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ അസം ഗവർണറായി നിയമിച്ചു. മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഓംപ്രകാശ് മാഥുർ സിക്കിം ഗവർണറായി ചുമതലയേൽക്കും. വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഇന്ധനവില വളരെ കുറവാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. അഹമ്മദാബാദിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ സുസ്ഥിര നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഫലമാണ് രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണം. വിഭവങ്ങളുടെ ലഭ്യത, സുസ്ഥിരത എന്നിവയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. पेट्रोल और डीजल के दाम भारत में दुनिया को कंपैरिजन में सबसे कम है और ये कम हुए हैं क्योंकि मोदी जी ने 2 बार नवंबर 2021 में और मई 2022 में सेंट्रल एक्साइज ड्यूटी कम की और हमारी जो बीजेपी रूल स्टेट्स हैं उन्होंने वैट कम किया. अगर आप बगल के देशों को देखें, दक्षिणी एशियाई के जो देश है, श्रीलंका में, पाकिस्तान में, वहां पे पेट्रोल और डीजल के क्या दाम है? हमसे कहो 70-80% ज्यादा है. अमेरिका का देखिए, कनाडा का देखिए, वहां पे 30-40% ज्यादा है. क्यों हुआ? क्योंकि मोदी जी ने यह देखा कि 3 चीजें होनी चाहिए. पेट्रोल, डीजल हमारे कंज्यूमर को, हमारे नागरिक को, ये उन्होंने अपना कर्तव्य समझा. अवेलेबिलिटी होनी चाहिए. पिछले कई सालों में कहीं कमी नहीं पड़ी. कहीं एक लोकल इश्यू हो गया, कहीं बाढ़ आ गई, फिर भी हमारे जो OMC है उनके अधिकारी. ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മരിച്ച 3 വിദ്യാർത്ഥികളിൽ മലയാളിയും. എറണാകുളം സ്വദേശി നവീൻ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. 2 പെൺകുട്ടികളും മരിച്ചവരിലുണ്ട്. സംഭവത്തിൽ ഡൽഹി സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വിദ്യാർത്ഥികൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. കെട്ടിടത്തിന്റെ അടിയിലെ നിലയിൽ 7 അടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു. ഡ്രെയിനേജ് സംവിധാനത്തിലെ തകരാറാണ് വെള്ളം കയറാൻ ഇടയാക്കിയതെന്നാണ് സൂചന. അപകടത്തിൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയ ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്.
ഡ്രെയിനേജ് സംവിധാനം ശരിയായി കൈകാര്യം ചെയ്യാത്തതിന് കെട്ടിട ഉടമയെയും കോച്ചിംഗ് സെന്റർ കോർഡിനേറ്ററെയും അറസ്റ്റ് ചെയ്തതായി ഡൽഹി അഡീഷണൽ DGP M. हर्षवर्धन അറിയിച്ചു. कल शाम को ओल्ड राजेंद्र नगर से एक बेसमेंट में पानी भर जाने की खबर आई थी, जिसको मिलते ही एक सर्च एंड रेस्क्यू ऑपरेशन लॉन्च किया गया था, जिसमें दिल्ली पुलिस के अलावा दिल्ली फायर सर्विस और NDRF के पर्सनल भी शामिल थे. ये सर्च एंड रेस्क्यू ऑपरेशन खत्म होने के बाद बेसमेंट से टोटल 3 बॉडी मिले. उनकी पहचान कर ली गई है और उनके परिवारजनों को हमने सूचना दे दिया है. उनकी पहचान हुई है इस प्रकार: श्रेया यादव जो कि अंबेडकर नगर यूपी की रहने वाली थी, तानिया सोनी जिनका परमानेंट एड्रेस तेलंगाना का था, और नेविन डेल्विन जो एर्नाकुलम केरला के रहने वाले थे. इसके अलावा हमने FIR भी इसमें रजिस्टर कर लिया है. ये FIR राजेंद्र नगर थाने में दर्ज किया गया है अंडर सेक्शन 105, 1061, 115(2), 290 and 35 BNS. ये FIR തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. നിനക്ക് തകർപ്പൻ ഇൻസെന്റീവ് കിട്ടിയല്ലേ? എന്താ പ്ലാൻ? ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെന്റ്. അത്തരം ചിന്ത വളരെ നല്ലതാണ്. ഇപ്പോ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതെങ്ങനെ? RBI റീറ്റെയിൽ ഡയറക്ട് സ്കീമിൽ ബ്രോക്കർ ഇല്ലാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിക്ഷേപത്തിന് റിട്ടേൺസും കിട്ടും. RBI പോർട്ടലിൽ ചെല്ലൂ, സൗജന്യമായ അക്കൗണ്ട് തുറക്കൂ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ നേരെ പണം ഇൻവെസ്റ്റ് ചെയ്യൂ. സുരക്ഷിതം, എളുപ്പം. റിട്ടയർ ആയ ശേഷം ഞാനും ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. പറഞ്ഞത് വളരെ ശരിയാ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ. വാർത്തകൾ തുടരുന്നു. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 13ാം ദിവസത്തിലേക്ക്. മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം നാവികസേനയുടെ സഹായത്തോടെ ഇന്നും തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ പോയിന്റുകളിൽ ഈശ്വർ മൽപ്പയും സംഘവും തെരച്ചിൽ നടത്തും. ഫലം കണ്ടില്ലെങ്കിൽ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് വിവരം. ദൌത്യത്തിന്റെ പുരോഗതിയിൽ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിൽ ഇന്നലെയും ഫലം കണ്ടില്ല. പ്രാദേശിക മത്സ്യത്തൊഴിലാളി സംഘത്തെ ഉൾപ്പെടെ രംഗത്തിറക്കിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തെരച്ചിൽ. തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകൽ വെടിവെപ്പ്. പടിഞ്ഞാറേക്കോട്ട ചെമ്പകശ്ശേരിയിലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായത്. എയർഗൺ ഉപയോഗിച്ച് നടത്തിയ വെടിവെപ്പിൽ പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. കൊറിയർ നൽകാനെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ ഒരു യുവതിയാണ് സ്ത്രീക്ക് നേരെ വെടിയുതിർത്തത് എന്നാണ് വിവരം. മാസ്ക് ധരിച്ചെത്തിയ യുവതി വെടിയുതിർത്ത ശേഷം ഓടി രക്ഷപ്പെട്ടു. കൈക്ക് വെടിയേറ്റ സ്ത്രീയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അന്വേഷണം നടക്കുകയാണ്. അറസ്റ്റിലായ മാവോവാദി നേതാവ് സോമനെ ATS എറണാകുളത്ത് ചോദ്യം ചെയ്യുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇന്നലെ രാത്രി 11 മണിയോടെ തീവ്രവാദ വിരുദ്ധ സേനയാണ് ഇയാളെ പിടികൂടിയത്. വയനാട് നാടുകാണി ദളം കമാൻഡറാണ് ഇയാൾ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മാവോവാദി നേതാവ് മനോജിൽ നിന്നാണ് സോമനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് എന്നാണ് സൂചന. മാവോവാദി പ്രവർത്തനത്തിന്റെ പേരിൽ വയനാട് ജില്ലാ പോലീസ് പുറത്തിറക്കിയ വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ട മനോജിന്റെ കൂട്ടാളിയാണ് ഇയാൾ. ഇടവേളയിലേക്ക്. ഇടവേളയ്ക്ക് മുമ്പായി മറ്റു വാർത്തകളിലേക്ക്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ഡോക്ടർ MS വല്യത്താൻ ശ്രദ്ധാഞ്ജലി സഭ സംഘടിപ്പിച്ചു. കൂട്ടായ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഡോക്ടർ MS വല്യത്താനെന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ സഞ്ജയ് ബിഹാരി പറഞ്ഞു. മെഡിക്കൽ ഉപകരണ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ആതുര സേവന രംഗത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ നാം ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആതുര സേവന രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. In this wonderful city of Trivandrum and in this state of Kerala, the dream that he dreamt was fruitified because of the environment he was in, and the same action which he made would not have been possible in any other city or the state of the country, and he was completely aware of this fact all through his life. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്.
ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ അർദ്ധരാത്രി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് വലിയ തോതിലുള്ള നഷ്ടമുണ്ടായി. വൈദ്യുതി ലൈനുകൾക്കും തൂണുകൾക്കും കേടുപറ്റിയിട്ടുണ്ട്. മാലൂർ, ചിറ്റാരിപ്പറമ്പ്, ഇരിട്ടി, പയ്യന്നൂർ, മയ്യിൽ, ചപ്പാരപ്പടവ്, പഴയങ്ങാടി, ഉളിക്കൽ, ആന്തൂർ, പറശ്ശിനിക്കടവ്, കല്യാശ്ശേരി, പാപ്പിനിശ്ശേരി എന്നിവിടങ്ങളിലും കണ്ണൂർ നഗരത്തിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണുണ്ടായത്. നാശനഷ്ടത്തിന്റെ കണക്ക് തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ ഇന്നും മഴ ശക്തമാണ്. ശക്തമായ മഴ ലഭിച്ചതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 26 അടിയിലധികം വെള്ളം ഡാമിലുണ്ട്. 2357.32 അടിക്ക് മുകളിലാണ് നിലവിലെ ജലനിരപ്പ്. സംഭരണശേഷിയുടെ 52% വെള്ളം അണക്കെട്ടിലുണ്ട്. കാലവർഷം തുടങ്ങിയ ജൂൺ 1 ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2332.28 അടിയായിരുന്നു. ഇതുവരെ 898 മില്ലിമീറ്റർ മഴയാണ് വൃഷ്ടിപ്രദേശത്ത് പെയ്തത്. ഇതേ തുടർന്ന് 2 മാസം കൊണ്ട് ജലനിരപ്പിൽ 25 അടിയോളം വർധനയുണ്ടായി. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലും സുരക്ഷിത ആശുപത്രി, സുരക്ഷിത ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അതത് സ്ഥലങ്ങളിലെ ഇലക്ട്രിക്കൽ എഇമാരുടെ നേതൃത്വത്തിൽ ലിഫ്റ്റുകൾ, മറ്റ് ഉപകരണങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പുവരുത്തും. ആശുപത്രികളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, ജീവനക്കാർ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, രോഗി സൗഹൃദ അന്തരീക്ഷമൊരുക്കുക, ക്യാമ്പസുകളുടെ ശുചീകരണം എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി അറിയിച്ചു. ശാസ്ത്ര നേട്ടങ്ങളുടെ ഈ കാലഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് DRDO മുൻ ഡയറക്ടർ ഡോക്ടർ ടെസ്സി തോമസ്. ദേശീയ സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി സമ്മേളനം ആറ്റിങ്ങലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. നൈപുണ്യ വികസനത്തിലൂടെ സ്ത്രീകളുടെ കഴിവുകൾ വികസിക്കുന്നതോടൊപ്പം അതിലൂടെ കൂടുതൽ മികച്ച അവസരങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നും ഡോക്ടർ ടെസ്സി തോമസ് പറഞ്ഞു. സേവാഭാരതി is doing that in a well organized way, which is the representation of all of you. Like Swami Vivekananda mentioned, unless otherwise we educate the 50% of our population, that is, if women are not educated or given the due right, then the nation cannot progress. So, this world of knowledge and scientific achievement time, we need to take up a lead in the women empowerment, where women are. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ രാഷ്ട്രീയം കേരളവും സ്വീകരിച്ചതിന്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കണ്ണൂർ മാരാർജി ഭവനിൽ BJP സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് ഗുണകരമായ ഈ രാഷ്ട്രീയ മാറ്റം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ സഖ്യം മൂന്നാമതും രാജ്യത്ത് അധികാരത്തിൽ വന്നു. അതേപോലെ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് NDAക്ക് മൂന്നാമതും ഒരു അവസരം നൽകണം എന്നുള്ളതാണ്. മോദിജിയെ മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു. സത്യത്തിൽ മൂന്നാമതും. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് എല്ലാ ദ്വീപുകളിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വകുപ്പ് മേധാവി ഡോക്ടർ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഹസീന ബീഗം, ഡോക്ടർ നിഷാദ് ഖാൻ, അലി അസർ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. Sangat
on demand. So it can last for nutrition. It can go for fermented hepatitis, chronic hepatitis. Okay, it's safe vaccines available. Dangerous. PSC കോഴ വിവാദത്തെ തുടർന്ന് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതിന്റെ കാരണം CPIM വെളിപ്പെടുത്തണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ PSC നിയമനം നടത്തുവാൻ സാധിക്കില്ല. ഓഫീസിലെ ഏതോ പ്രമുഖന് വേണ്ടിയാണ് CPIM നേതാവായിരുന്ന പ്രമോദ് കോട്ടൂളി സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി നിയമനങ്ങളുടെ ഏകജാലകം മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. PSC അംഗത്വത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചു. അവസാനം വിലപേശലിന്റെ ഭാഗമായി കുറച്ച് പൈസ കൊടുത്തു. പക്ഷെ പണം വാങ്ങിച്ചിട്ട് PSC അംഗത്വം ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഇതാണ് ആരോപണമായി പുറത്തു വന്നിട്ടുള്ളത്. ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ഈ പ്രദേശത്തുകാരനാണ്. ഏതാനും ദിവസം മുമ്പ് വരെ CPIMന്റെ ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. CPIMന്റെ ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. CIPയുടെ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ പ്രദേശത്ത് CPIM പ്രവർത്തനത്തിന്റെ അവസാനത്തെ വാക്കായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരായിട്ടാണ്. വംശനാശ ഭീഷണി. കായിക വാർത്തകൾ കാണാം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. ആദ്യ ദിനം ഇന്ത്യയ്ക്ക് ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷയുമായി 10 മീറ്റർ എയർ പിസ്റ്റൾ വനിതാ വിഭാഗത്തിൽ മനു ഭാക്കർ ഇന്ന് ഫൈനലിൽ മത്സരിക്കും. യോഗ്യതാ റൗണ്ടിൽ 580 സ്കോറോടെ 3-ാം സ്ഥാനത്താണ് മനു ഫിനിഷ് ചെയ്തത്. ബാഡ്മിന്റൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും അടുത്ത റൗണ്ടിൽ കടന്നു. ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ ഹർമിത് ദേശായി ജോർദാന്റെ അബോയമൻ സൈദിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ച് 2-ാം റൗണ്ടിലെത്തി. തുഴച്ചിൽ മത്സരത്തിൽ ഇന്ത്യൻ താരം ബൽരാജ് പൻവർ 4-ാം സ്ഥാനത്തെത്തി. ഇന്ന് നടക്കുന്ന റപ്പഷെ റൗണ്ടിൽ ക്വാർട്ടർ സ്ഥാനം ലക്ഷ്യമിട്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കാനിറങ്ങും. ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ചൈന സ്വന്തമാക്കി. ദക്ഷിണ കൊറിയയെ പിന്നിലാക്കി 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സ്ഡ് ടീം ഇനത്തിലാണ് ചൈനയുടെ നേട്ടം. ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. 2-ാം മത്സരത്തിൽ ഇറാഖിനെ 3-1 അർജന്റീന പരാജയപ്പെടുത്തിയത്. ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ആവേശോജ്വല ജയം. ന്യൂസിലൻഡിനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ അടുത്ത റൗണ്ടിലേക്ക് കടന്നത്. മത്സരത്തെക്കുറിച്ച് ടീം അംഗം മൻദീപ് സിംഗ്. नमस्ते जी, आज जो फर्स्ट मैच था हमारा न्यूजीलैंड के साथ 3 से विन किया, क्योंकि ओलंपिक का सबसे फर्स्ट मैच जो इम्पोर्टेंट होता है और उसके बाद अभी स्टेप बाय स्टेप हम जाएंगे और लड़के बहुत हार्ड वर्क कर रहे हैं और ऐसे ही हम अर्जेंटीना के साथ नेक्स्ट मैच अपना बेस्ट देंगे और आप प्लीज़ हमें सपोर्ट करें और थैंक यू सो मच. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ എന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് സംസ്കാരങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടക്കുന്നതായും മൻ കി ബാത്തിൽ നരേന്ദ്രമോദി. രാജ്യത്തെ ഖാദി ഗ്രാമ വ്യവസായത്തിന്റെ വിറ്റുവരവ് ആദ്യമായി 1.5 ലക്ഷം കോടി കടന്നതായി പ്രധാനമന്ത്രി. സമൂഹത്തിന്റെ പ്രയത്നത്താൽ രാജ്യത്തെ വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ വൻ വിജയമാണ് കൈവരിച്ചതെന്നും നരേന്ദ്രമോദി. 9 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച രാഷ്ട്രപതിയുടെ ഉത്തരവ്. മലയാളിയായ കെ കൈലാഷ് നാഥൻ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ. ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മരിച്ചവരിൽ എറണാകുളം സ്വദേശിയും കെട്ടിടമുടമയും സ്ഥാപനം നടത്തിപ്പുകാരനും അറസ്റ്റിൽ. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 13-ാം ദിവസത്തിലേക്ക്. ദൌത്യത്തിന്റെ പുരോഗതിയിൽ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കർ ഇന്ന് ഷൂട്ടിംഗ് ഫൈനലിൽ മത്സരിക്കും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10ാമത് പതിപ്പിന് ഇന്ന് സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.